Good morning, all. നമ്മളിവിടെ നമ്പർ സിസ്റ്റം എന്ന ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബൈനറി നമ്പർ സിസ്റ്റം, അതേപോലെ ഒക്ടൽ നമ്പർ സിസ്റ്റം, ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം, and the conversion of one system to another. അതുകൂടാതെ ബൈനറി നമ്പർ സിസ്റ്റത്തിൻ്റെ അരിത്തമെറ്റിക്, അതുപയോഗിച്ചിട്ടുള്ള അഡീഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, സബ്സ്ട്രാക്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, ആ സബ്സ്ട്രാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് കോംപ്ലിമെൻറ്റ് മെത്തേഡ്. അതിൽ വൺസ് കോംപ്ലിമെൻറ്റ്, ടൂസ് കോംപ്ലിമെൻറ്റ്, ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ആ ചാപ്റ്ററിലേക്ക് വരുന്നതിന് മുമ്പ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് എന്താണ് നമ്പർ സിസ്റ്റം, ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള നമ്പർ സിസ്റ്റത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ്, ഇതാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. നമുക്കിതിനു വേണ്ടിയിട്ട് റെഫർ ചെയ്യാനുള്ള ടെക്സ്റ്റ് ബുക്ക് ആദിത്യ പി മാത്യൂറിൻ്റെ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ പ്രോസസ്സേഴ്സ് എന്നുള്ള ടെക്സ്റ്റ് ബുക്കാണ് റെഫർ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്പേഴ്സ്. അതായത് നിങ്ങൾ നാച്ചുറൽ നമ്പേഴ്സ് കേട്ടിട്ടുണ്ടായിരിക്കും, പിന്നെ അതേപോലെ തന്നെ വോൾ നമ്പേഴ്സ്, നെഗറ്റീവ് നമ്പേഴ്സ്, ഇൻഡിജേഴ്സ്, റിയൽ നമ്പേഴ്സ്, ഇങ്ങനെയൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് നമ്പേഴ്സ് കേട്ടിട്ടുണ്ടായിരിക്കും. നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, 0, 1, 2, 3. അതായത് 0ൻ്റെ കൂടെ നമ്മൾ 1 സക്സസീവായിട്ട് ആഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ കിട്ടുന്ന നമ്പറിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് ആയിട്ട് പറയുന്നത്. ഇനി അതേപോലെ തന്നെ നെഗറ്റീവ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0യിൽ നിന്ന് 1നെ സക്സസീവായിട്ട് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന നമ്പേഴ്സിനെയാണ് നെഗറ്റീവ് നമ്പർ ആയിട്ട് പറയുന്നത്. ഇനി ഇൻഡിജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഒരു നാച്ചുറൽ നമ്പർ, ആ നാച്ചുറൽ നമ്പറിൻ്റെ നെഗറ്റീവ്, ഇനി 0, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഇൻഡിജേഴ്സ്. ഓക്കെ, ഈ നാച്ചുറൽ നമ്പേഴ്സിൽ അല്ലെങ്കിൽ ഇൻഡിജേഴ്സിൽ എന്ത് ഇൻക്ലൂഡഡ് അല്ല, ഫ്രാക്ഷൻസ് ഇൻക്ലൂഡഡ് അല്ല. ഇനി ആ ടൈപ്പ് നമ്പേഴ്സിനെയാണ് നമ്മൾ റിയൽ നമ്പേഴ്സ് ആയിട്ട് പറയുന്നത്. അതിലും പോസിറ്റീവ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാക്ഷണൽ പാർട്ട് ഉണ്ടായിരുന്നു, പോയിന്റ്. ഇനിയിപ്പോൾ ഇവിടെ പറയുന്നത് ഈ നമ്പർ സിസ്റ്റം എല്ലാം നമ്മൾ എഴുതുമ്പോൾ 0, 1, 2, 3 അപ് ടു 9 വരും, പിന്നെ 10. ഓക്കെ, അങ്ങനെയാണ് ഇൻക്രീസ് ചെയ്തത്, 10, 11, 12 എക്സെട്ര. അതേപോലെ നെഗറ്റീവ് ആണെങ്കിൽ -1, -2, -3, -4, -5, -9, -10, അങ്ങനെ ഡിക്രീസ് ചെയ്ത് അങ്ങോട്ട് പോകുന്നു. ഓക്കെ, അപ്പം ആ സമയത്ത് ഇവിടെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന സിമ്പിൾസ് 0 to 9 സിമ്പിൾസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആക്ച്വലി ഇത് എ ടൈപ്പ് ഓഫ് നമ്പർ സിസ്റ്റം, അതായത് ഡെസിമൽ 10 സിമ്പിൾസ് ഉൾക്കൊള്ളുന്ന ഒരു നമ്പർ സിസ്റ്റം തന്നെയാണ്. അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലാസ്, ആ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ക്ലാസിഫിക്കേഷനിലാണ് ഈ നാച്ചുറൽ നമ്പേഴ്സ്, നെഗറ്റീവ് നമ്പേഴ്സ്, ഇൻഡിജേഴ്സ് എല്ലാം വരുന്നത്, റിയൽ നമ്പേഴ്സ് ആണെങ്കിലും വരുന്നത്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഈ നമ്പർ സിസ്റ്റത്തിൽ ഡിസ്കസ് ചെയ്യുന്നത് അതല്ല. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു നമ്പർ സിസ്റ്റം, ഡെസിമൽ നമ്പർ സിസ്റ്റം എന്നുള്ള നമ്പർ സിസ്റ്റം ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്.
അതിൽ തന്നെ നമ്മൾ വാല്യൂ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ 11 എന്നുള്ളൊരു നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പറയും 10ന്റെ ഇതാക്കിയിട്ട് മാറ്റി എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10ഉം പിന്നെ ഒരു 1ഉം കൂടിയതാണ് 11. അതായത് അതിൽ രണ്ട് പൊസിഷൻ 1 1 എന്നുള്ള രണ്ട് പൊസിഷനിലും ആദ്യത്തെ റൈറ്റ് മോസ്റ്റ് 1ന്റെ വാല്യൂ 1ഉം ലെഫ്റ്റിലെ 1ന്റെ വാല്യൂ 10ഉം ആണ്. ഇനി നമ്മൾ എഴുതുന്നത് 1 1 1 ആണെങ്കിൽ ഏറ്റവും റൈറ്റിലെ 1 1ഉം ആയിരിക്കും, ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് 1 എത്രയായിരിക്കും? 100 ആയിരിക്കും. അതായത് അവിടെ ആ ഡിജിറ്റിന്റെ പൊസിഷനെ എന്ത് ചെയ്യുന്നുണ്ട്? അതിനൊരു വെയിറ്റ് അല്ലെങ്കിൽ അതിന് സം പെർട്ടിക്കുലർ വാല്യൂസ്. നമ്മൾ ആ പൊസിഷൻ പറയുമ്പോൾ എങ്ങനെയാ പറയാ? 1 പൊസിഷൻ, 10 പൊസിഷൻ, 100 പൊസിഷൻ, 1000 പൊസിഷൻ, 10,000 പൊസിഷൻ എക്സെട്ര. ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പൊ അവിടെ ഓരോ പൊസിഷനും പെർട്ടിക്കുലർ വാല്യൂ, ആ വാല്യൂസ് നോക്കുക. 1 10 100 1000 10,000. അത് 10ന്റെ പവറിലൊന്ന് ആക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും 10⁻0, 10⁻1, 10⁻2, 10⁻3, 10⁻4 എക്സെട്ര. ആ രൂപത്തിൽ നമ്മൾ നമ്പേഴ്സിനെ ഡിഫറെൻറ്റ് സിസ്റ്റം ഓഫ് നമ്പേഴ്സ് ആക്കിയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള എന്തുണ്ടായിരിക്കും? റൂൾസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എ സെറ്റ് ഓഫ് സിമ്പിൾസ് വേണം. ഇപ്പൊ നമ്മൾ പറഞ്ഞതിൽ 0 to 9 ആണ് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ. അതിൽ സിമ്പിൾസ്. ഇപ്പൊ നമ്പർ സിസ്റ്റത്തിന് വേണ്ട കാര്യങ്ങൾ, ഒരു നമ്പർ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ എ സെറ്റ് ഓഫ് സിമ്പിൾസ്. ഇനി റൂൾസ് വേണം. ഒന്ന്, നമ്പേഴ്സ് ഈ സിമ്പിൾ ഉപയോഗിച്ചിട്ട് നമ്പേഴ്സ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് റൂൾസ് വേണം. ഇനി അടുത്തത്, ഇവയുടെ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സം റൂൾസും വേണം. ഇതെല്ലാം അടങ്ങിയതാണ് എന്ത്? ഒരു നമ്പർ സിസ്റ്റം. എ സെറ്റ് ഓഫ് നമ്പേഴ്സ് ആൻഡ് സം റൂൾ ടു form the numbers from these symbols and assign values to them, and a set of rules for performing common arithmetic operation in this number system. ഓക്കെ, അപ്പോൾ ഒരു നമ്പർ സിസ്റ്റത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. മെയിൻ ആയിട്ട് എ സെറ്റ് ഓഫ് സിമ്പിൾസ്. ഇനി അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾസിന് നമ്മൾ പറയുന്ന പേരാണ് ഡിജിറ്റ്സ്. The number system uses well-defined symbols that are called as digits. ഇപ്പോൾ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന് 10 ഡിജിറ്റ്സ് ഉണ്ട്. 0 to 9 10 ഡിജിറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി നമ്പർ സിസ്റ്റത്തിനെ തന്നെ ബേസിക് ആയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. നമ്മളിവിടെ പറഞ്ഞത് നോക്കുക. നമ്പർ സിസ്റ്റത്തിന് എന്തൊക്കെ വേണം? എ സെറ്റ് ഓഫ് സിമ്പിൾസ് വേണം. ഇനി നമ്പർ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് റൂൾസ് വേണം. അതിൻ്റെ അരിത്തമെറ്റിക്കിന് വേണ്ടിയിട്ടും റൂൾസ് വേണം. ഇപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് നമ്പർ സിസ്റ്റത്തിനെ ബേസിക് ആയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഫസ്റ്റ് വൺ ഈസ് non-positional number system. The second is positional number system. First one is non-positional number system and the second is positional number system. എന്താണ് ഇവ രണ്ടും എന്താന്ന് നോക്കാം. First one, non-positional number system.
ഒരു നോൺ പൊസിഷണൽ നമ്പർ സിസ്റ്റം ആയി കഴിഞ്ഞാലും അതിനും എന്തുണ്ട്? എ ലിമിറ്റഡ് നമ്പർ ഓഫ് സിംബൽസ്. പക്ഷെ ഇതിൽ ഓരോ സിംബലിനും ഓരോ വാല്യൂ ആണ്. ആ പേര് തന്നെ നോക്കുക, നോൺ പൊസിഷണൽ നമ്പർ സിസ്റ്റം. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന് നമ്മൾ പറഞ്ഞു പൊസിഷൻ ആണ് വാല്യൂ ഉള്ളത്, 10⁻⁴, 10⁻⁴, 10⁻², എക്സെട്ര. ഇവിടെ പൊസിഷന് വാല്യൂ ഉണ്ടാവില്ല, ആ സിംബലിന് വാല്യൂ ഉണ്ട്. താഴെ ആ രൂപത്തിലുള്ള ഒരു സിസ്റ്റത്തിലെ സിംബലും വാല്യൂസ് ആണ് എഴുതിയിരിക്കുന്നത്. പേര് ഞാൻ പറയാം, ഫെമിലിയർ ആണോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. സിംബൽ ഐ എന്നുള്ള സിംബലിന് 1 ആണ്, വി 5, എക്സ് 10, എൽ 50, സി 100, ഡി 500 ആൻഡ് എം 1000. കിട്ടിയിട്ടുണ്ടാവാം. ഓക്കെ, അപ്പൊ ഈ സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞ എന്താണ്? ദ പൊസിഷൻ a symbol occupies in the number normally bears no relation to its value. The value of each symbol is fixed. ഈ സിംബൽസിന്റെ വാല്യൂ ഫിക്സഡ് ആയിരിക്കും. അത് വെക്കുന്ന പൊസിഷൻ അനുസരിച്ച് അതിന്റെ വാല്യൂല് ചേഞ്ച് സംഭവിക്കില്ല. ഓക്കെ, ആ സിംബലിന് ഒരു പെർട്ടിക്കുലർ വാല്യൂ ആയിരിക്കും, പൊസിഷൻ അനുസരിച്ച് അതിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യില്ല. ഓക്കെ, ആ നമ്പർ സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ ആണ് ദി റോമൻ നമ്പർ സിസ്റ്റം. ഈ സിമ്പിൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ റോമൻ നമ്പർ സിസ്റ്റത്തിൽ ഏതൊക്കെ സിമ്പിൾസ് ആണ് ഉപയോഗിക്കുന്നത്? ഐ, വി, എക്സ്, എൽ, സി, ഡി, എം. 1, 5, 10, 50, 100, 500, 1000. അപ്പൊ ഇതുപയോഗിച്ച് നമുക്ക് ഡിഫറെന്റ് നമ്പർ എഴുതുന്നത് കുറച്ചു വരെയൊക്കെ നമുക്കറിയാം. അതായത് 1 ഐ തന്നെ, ഇനി 2 ആണെങ്കിൽ 2 ഐ 2 ആയി, 3 ഐ 3 ആണ്. ഇനി നമുക്കറിയാം ഐ വിത്ത് വി, ഐ വി എഴുതി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 4, വി മാത്രമാണെങ്കിൽ 5, വിക്ക് 5 ആണെന്നറിയാം. അപ്പൊ ആ ഒരു റൈറ്റിങ്ങിൽ വി എഴുതി അതിന്റെ റൈറ്റ് സൈഡിൽ ഐ എഴുതി കഴിഞ്ഞാൽ അത് 6 ആണ്, ലെഫ്റ്റ് സൈഡിൽ എഴുതി കഴിഞ്ഞാൽ അത് 4 ആണ്. അപ്പൊ ഇവിടെ സെറ്റ് ഓഫ് സിംബൽസ് ഉണ്ട്, ഇവിടെ ഉണ്ടായിരിക്കാം സം റൂൾ ടു ഫോമിങ് ദ നമ്പേഴ്സ്. അപ്പൊ നിങ്ങൾ ഈ സിംബൽസ് വെച്ചിട്ട് നമ്പേഴ്സ് ഒന്ന് എഴുതി നോക്കുക, 100 വരെ നമ്പേഴ്സ് ഒന്ന് എഴുതി നോക്കുക. അതിൽ നിന്ന് വല്ല റൂൾസും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ശ്രമിച്ചു നോക്കാം. നമ്മളുടെ ഈ കേസിൽ നമുക്കത് ആവശ്യമില്ല, അപ്പം അതുകൊണ്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റം ആണെങ്കിൽ പൊസിഷണൽ നമ്പർ സിസ്റ്റം ആണ്. പൊസിഷണൽ നമ്പർ സിസ്റ്റത്തിനെ എന്തെന്നും കൂടെ പറയാറുണ്ട്? വെയ്റ്റഡ് നമ്പർ സിസ്റ്റം. അതായത് ഓരോ ഡിജിറ്റിനും എന്തുണ്ടായിരിക്കും? ഒരു വെയിറ്റ് ഉണ്ടായിരിക്കും. ഇതൊരു 2 ഡിജിറ്റ് നമ്പർ ആണ് നമ്മൾ എഴുതുന്നതെങ്കിൽ അതിലെ ഒരു ഡിജിറ്റിന് 1 എന്നുള്ള വെയിറ്റും രണ്ടാമത്തെ ഒരു ഡിജിറ്റിന് 10 എന്നുള്ള വെയിറ്റും ആണ്. അത് 10th പൊസിഷൻ. ഇനി 3 ഡിജിറ്റ് ആണെങ്കിൽ 1 ഉണ്ടായിരിക്കും, 10 ഉണ്ടായിരിക്കും, 100 ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു പൊസിഷൻ നമ്പർ സിസ്റ്റത്തിന് എന്തും കൂടെ പറയാറുണ്ട്? വെയ്റ്റഡ് നമ്പർ സിസ്റ്റം ആണ്. അതിന്റെ എക്സാമ്പിൾസ് ആണ് ഡെസിമൽ നമ്പർ സിസ്റ്റം, ബൈനറി നമ്പർ സിസ്റ്റം, ഒക്ടൽ നമ്പർ സിസ്റ്റം, ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. അപ്പൊ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളത് ഡെസിമൽ നമ്പർ സിസ്റ്റം ആണ്. ബാക്കിയെല്ലാം നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. അപ്പൊ ഇനി ഇതിൽ നമ്പർ എങ്ങനെയാണ്, ഒരു പൊസിഷൻ നമ്പർ സിസ്റ്റത്തിൽ എങ്ങനെയാണ് നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നത്, ജനറൽ ആയിട്ട് എങ്ങനെയാണ്
പൊസിഷൻ നമ്പർ സിസ്റ്റം റെപ്രസെന്റ് ചെയ്യുന്ന അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഡെസിമൽ നമ്പർ സിസ്റ്റം തന്നെ നമുക്ക് എടുക്കാം. ഓക്കെ, ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ നമുക്കറിയാം എത്ര സിമ്പിൾസ് ഉള്ളത്? 10 ഡിഫറെൻ്റ് ആയിട്ടുള്ള സിമ്പിൾസ് ആണ് ഉപയോഗിക്കുന്നത്. ആ സിമ്പിൾസ് ഏതൊക്കെയാണ്? 0, 1, 2, 3, 4, 5, 6, 7, 8 ആൻഡ് 9. ഈ 10 ഡിഫറെൻറ്റ് സിമ്പിൾസ് ആണ് നമ്മൾ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത്. ഈ സിമ്പിൾസിനെ എന്ത് പേരാ വിളിക്കുന്നത്? ഡിജിറ്റ്സ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഇനി ഈ 10 ഡിജിറ്റ് അതിൻ്റെ കൂടെ ഒരു പ്ലസ് സൈൻ അല്ലെങ്കിൽ മൈനസ് സൈൻ. ഓക്കെ, ഈ 10 ഡിജിറ്റിന്റെ ഡിഫറെന്റ് കോമ്പിനേഷൻ വിത്ത് എ പ്ലസ് സൈൻ ഓർ മൈനസ് സൈൻ, അത് എന്തായിരിക്കും? ഒരു വാലിഡ് ഇൻറ്റിജർ നമ്പർ ആയിരിക്കും. ഈ സിസ്റ്റത്തിലെ നമ്പർ സിസ്റ്റത്തിലെ ഒരു വാലിഡ് നമ്പർ ആയിരിക്കും അത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ -45. ഓക്കെ, ഇത് -45 ഇങ്ങനെ തന്നെ പറയാം. -45, ഇത് -45. പക്ഷെ നമ്മളത് വായിക്കുമ്പോൾ നമ്മൾ 45 എന്ന് ഓൾറെഡി പറയും. കാരണം നമുക്കത് ഓൾറെഡി നമുക്കറിയാം അതെന്താണെന്ന് അറിയുന്നത് കൊണ്ട് നമ്മൾ 45 എന്ന് പറയും. ഇനി എങ്ങനെയാണ് അതിന് 45 കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ പറയാം? ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നതാണ് 45. 4 into 10 plus 5 into 1. Isn't it? 4 into 10 plus 5 into 1. It is equal to 45. Okay. അതായത് ഓരോ ഡിജിറ്റിൻ്റെയും ഒരു വെയിറ്റ് ഉണ്ട്. അതായത് 4 എന്നുള്ള ഡിജിറ്റിന്റെ വെയിറ്റ് എത്രയായിരുന്നു? അവിടെ 10 ആയിരുന്നു. 5 എന്നുള്ള ഡിജിറ്റിന്റെ വെയിറ്റ് 1 ആണ്. അപ്പോൾ 4, 5 എന്ന് എഴുതിയപ്പോൾ 4ന്റെ വെയിറ്റ് 10 ആണ്. അതേപോലെ തന്നെ 5ന്റെ വെയിറ്റ് 1 ആണ്. പക്ഷെ നമ്മൾ 54 ആണ് എഴുതുന്നതെങ്കിൽ, 54 ആണ് എഴുതുന്നതെങ്കിൽ ആ ഡിജിറ്റുകൾ നമ്മൾ തിരിച്ചെഴുതി. 45 പകരം നമ്മൾ എഴുതുന്നത് 54. ഇപ്പൊ ഇവിടെ 4ന്റെ വെയിറ്റ് 1 ആണ്. 5ന്റെ വെയിറ്റ് എത്രയാണ്? 10 ആണ്. അപ്പോഴാണ് 54 ആയത്. 5 into 10 plus 4 into 1, that is equal to 54. അപ്പൊ ഇവിടെ നമുക്ക് പറയാൻ പറ്റും the weight of each digit in a number depend on its relative position in the number. Okay. അപ്പൊ പൊസിഷൻ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? പൊസിഷന്റെ ഇതിനനുസരിച്ച് വാല്യൂ മാറുന്നത്. ഏറ്റവും റൈറ്റ് മോസ്റ്റ് ഡിജിറ്റിന് 1 ആയിരിക്കും. റൈറ്റ് മോസ്റ്റ്. ഓക്കെ, 1 ആയിരിക്കും. ദെൻ 10, 100, 1000, 10,000 എക്സെട്ര. അപ്പൊ റൈറ്റ് മോസ്റ്റിൽ നിന്ന് ലെഫ്റ്റ് മോസ്റ്റിലേക്കാണ് അതിന്റെ വെയിറ്റ് കൂട്ടിക്കൊണ്ടുവരുന്നത്. അപ്പൊ ഇവിടെ ആ പൊസിഷന് എന്തുണ്ട്? ഒരു വെയിറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യാം ഒരു പോസിറ്റീവ് ഇൻറ്റിജർ എങ്ങനെയാണ് ഇത് ഉപയോഗിച്ചിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ പറഞ്ഞ കാര്യം തന്നെ. കാരണം ഇതിന് നമ്മൾ ഈ എഴുതുന്ന ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനെ നമുക്കൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള നമ്പർ സിസ്റ്റത്തിൽ നമുക്ക് ആ രൂപത്തിൽ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ അനലൈസ് ചെയ്യുന്നത് ഒരു ഡെസിമൽ നമ്പർ 375. I am not reading it as 375. I only use here 375. We have to analyze the decimal number 375. Okay. Then ചെറിയ ക്ലാസ്സിൽ നിന്ന് നമ്മൾ എഴുതുന്നത് ഇങ്ങനെ തന്നെയാണ്. ഈ രൂപത്തിലേക്ക് മാറ്റി എഴുതി. അതായത് 3 into 100 plus 7 into 10 plus 5 into 1. That is equal to 300 plus 70 plus 5. That is equal to 375.
ഇപ്പൊ നമുക്ക് അതിനെ പറയാം 375. ഓക്കെ, അതായത് ഡെസിമൽ സിസ്റ്റത്തിലെ നമ്പർ 375 ദാറ്റ് ഈസ് ഈക്വലൻ ടു അതിന്റെ ന്യൂമറിക് വാല്യൂ എത്രയാണ്? 375. ആക്ച്വലി അത് എങ്ങനെയാണ് എഴുതുന്നത്? ഇവിടെ നമ്മൾ പറഞ്ഞു 10⁻0, 10⁻1, 10⁻2 ഈ രൂപത്തിൽ എഴുതാനുള്ള കാരണം ഇനി നമ്മൾ അടുത്ത ഒരു നമ്പർ സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ മാറ്റണം. ആ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ 10⁻0, 10⁻1, 10⁻2 ആക്കി എഴുതുന്നത്. അതിന്റെ ആവശ്യകത എന്താന്ന് നമ്മൾ അടുത്ത ഭാഗങ്ങളിൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ അത് ചെയ്യുന്ന ആക്ച്വൽ പ്രോസസ്സാണ് നമ്മൾ ഇവിടെ കാണിക്കുന്നത്. എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മൾ ഇവിടെ എഴുതിയത് എങ്ങനെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതായത് ഓരോ നമ്പറും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷനും നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കണം. ആദ്യം നമ്മൾ അതിന്റെ പൊസിഷൻ അസൈൻ ചെയ്ത് കൊടുക്കണം. 375, 5 10⁻0, 7 10⁻1, 3 10⁻2. അതിനെ മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നു. 5 × 10⁻0 ഈക്വൽ ടു 5, 7 × 10⁻1 ഈക്വൽ ടു 70, 3 × 10⁻2 ദാറ്റ് ഈസ് ഈക്വൽ ടു 300. അതിനെ ടോട്ടൽ സം ചെയ്ത് കഴിഞ്ഞാൽ 375. ഓക്കെ, ഇനി അതുപയോഗിച്ച് നമ്മൾ അതിന്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് പറയാണ്. അപ്പൊ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ ഇതിൽ നിന്ന് പറയാൻ പോകുന്നത്. എ ഡെസിമൽ നമ്പേഴ്സ് ഈസ് എ സീക്വൻസ് ഓഫ് 10 ഡിജിറ്റ്സ്. 10 അവിടെ വിട്ടു ഡിജിറ്റ്സ്. ഈ ഡിജിറ്റുകളുടെ ഒരു സീക്വൻസ് ആണ്. അതിലെ ഓരോ ഡിജിറ്റും ആ നമ്പറിന് ഒരു വാല്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇനി ആ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വാല്യൂ എങ്ങനെയാണ്? The value contributed by a digit equals the product of the digits times the weight of the position. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ചെയ്ത കാര്യം ചെയ്തത്. 3 × 10² 10² എന്നുള്ളത് അവിടുത്തെ വെയിറ്റ് ആണ്. 3 കൊണ്ട് അതിനെ മൾട്ടിപ്ലിക്കേഷൻ നടത്തി. ഓക്കെ, 7 × 10⁻1 7 എന്നുള്ള ആ ഡിജിറ്റിനെ 10⁻1 അതിന്റെ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ നടത്തി. അതേപോലെ തന്നെ 5 × 10⁻0 5നെ 10⁻0 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ നടത്തി. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് ഈച്ച് ഡിജിറ്റ് കോൺട്രിബ്യൂട്ട് ടു ദി വാല്യൂ ഓഫ് ദ നമ്പർ റെപ്രസെന്റ്സ്. ഇനി ആ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വാല്യൂ, ദ വാല്യൂ കോൺട്രിബ്യൂട്ടഡ് ബൈ എ ഡിജിറ്റ് ഈക്വൽസ് ദ പ്രൊഡക്റ്റ് of the digit times the weight of the position of the digit in the number. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ രൂപത്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതായത് 5 × 10⁻0 പ്ലസ് 7 × 10⁻1 പ്ലസ് 3 × 10⁻2. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നത്, ഇപ്പൊ ഈ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ കണ്ടു ദ വെയിറ്റ് ഓഫ് ഈച്ച് പൊസിഷൻ ഈസ് സം പവർ ഓഫ് 10. 10ന്റെ പവർ ആയിട്ടാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി ബേസ് ഓഫ് ദി സിസ്റ്റം. അപ്പോൾ ഓരോ പൊസിഷൻ നമ്പർ സിസ്റ്റത്തിനും ഒരു ബേസ് ഉണ്ടായിരിക്കും. ബേസ് അല്ലെങ്കിൽ അതിന് റാഡിക്സ് എന്ന് പറയും. റാഡിക്സ് RADIX. അപ്പൊ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് 10 ആണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളിവിടെ ബേസിന്റെ പവേഴ്സ് ആക്കിയിട്ടാണ് എഴുതുക. 10 എന്നുള്ളത് ബേസ് ആണ്. 10⁻0, 10⁻1, 10⁻2, 10⁻3, 10⁻4 എക്സെട്ര. അപ്പൊ 10 എന്നുള്ളത് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് ആണ്.
the weight of the rightmost. Rightmost എന്തായിരിക്കും എന്നാ പറഞ്ഞ 10⁻⁴. ഏറ്റവും ലീസ്റ്റ് ആയിരിക്കും. ഇനി ലെഫ്റ്റ് മോസ്റ്റ് ആണ് ഏറ്റവും മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആവുന്നത്. The weight of the leftmost must be the most significant. ഇനി ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡിജിറ്റ് എക്സ് പൊസിഷനിലുള്ള റൈറ്റിൽ നിന്ന് എക്സ് പൊസിഷനിലുള്ള ഒരു നമ്പർ ആണെങ്കിൽ, ഒരു ഡിജിറ്റ് ആണെങ്കിൽ അതിന്റെ വെയിറ്റ് എന്തായിരിക്കും? 10⁻x ആയിരിക്കും. ഓക്കെ, അതെവിടെന്നാ നോക്കേണ്ടത്? റൈറ്റിൽ നിന്നാണ്. റൈറ്റിലാണ് ഏറ്റവും ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളത്. അവിടെ നിന്നാണ് നമ്മൾ പൊസിഷൻ നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് അതിലെ പ്രിൻസിപ്പിൾസ്. അപ്പൊ ജനറൽ ആയിട്ട് നമ്മൾ പൊസിഷൻ നമ്പർ സിസ്റ്റം എന്താണ് ഡിഫൈൻ ചെയ്യാണ്. ദ നമ്പർ സിസ്റ്റം വേർ ദി വെയിറ്റ് ഓഫ് എ ഡിജിറ്റ് ഡിപെൻഡ്സ് ഓൺ its relative position within the number are known as positional number system. I repeat, the number system where the weight of a digit depends on its relative position within the number are known as positional number system. ഇനി എല്ലാ പൊസിഷൻ നമ്പർ സിസ്റ്റത്തിനും ഒരു ബേസ് ഉണ്ടായിരിക്കും. ഇനി ബേസിന്റെ സം പവേഴ്സ് ആയിരിക്കും അതിൻ്റെ വെയിറ്റ്. ഓരോ പൊസിഷൻ്റെയും വെയിറ്റ് വരുന്നത്, ആ നമ്പർ സിസ്റ്റത്തിലെ ഓരോ ഡിജിറ്റിൻ്റെയും വെയിറ്റ് വരുന്നത് ബേസിന്റെ സം പവേഴ്സ് ആയിരിക്കും. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത്, ഡെസിമൽ നമ്പർ സിസ്റ്റം നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് ഒരു ഇൻഡിജർ നമ്പർ 375 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ റൂൾസ്, അതായത് പൊസിഷൻ നമ്പർ സിസ്റ്റത്തിൽ പറഞ്ഞിട്ടുള്ള റൂൾസ് ഇതിന് മാത്രമല്ല, അതായത് ഫ്രാക്ഷണൽ നമ്പേഴ്സിന്, അതായത് ഡെസിമൽ പോയിന്റ് വരുന്ന, നമുക്ക് ഡെസിമൽ പോയിന്റ് എന്ന് പറയുന്ന ഫ്രാക്ഷൻ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന ഡെസിമൽ പോയിന്റ്, ആ നമ്പേഴ്സിനും ഇത് സാറ്റിസ്ഫൈഡ് ആണ്. അത് ഇൻഡിജേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിലെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിന് 0 ആയിരിക്കും, 10⁻⁴ ആയിരിക്കും വെയിറ്റ് വരുന്നത്. ദെൻ അത് 10⁻⁴ ഈ സൈഡിലേക്ക് പോകും തോറും, അത് ലെഫ്റ്റിലേക്ക് പോകും തോറും 10⁻⁴, 10⁻² എന്നുള്ള ആ രൂപത്തിൽ ഇൻക്രീസ് ചെയ്ത് പോവും. ഇനി ഡെസിമൽ പോയിന്റിന്റെ റൈറ്റ് സൈഡിലേക്ക് നെഗറ്റീവ് പവേഴ്സ് ആയിട്ട് കൂടിപ്പോവും. അത് ഡെസിമൽ പോയിന്റിന്റെ തൊട്ടിപ്പുറത്ത് 0 നിൽക്കുന്നുണ്ട്, 10⁻⁴. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞാൽ 10⁻⁻1, 10⁻⁻2, 10⁻⁻3 എക്സെട്ര. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു എക്സാമ്പിൾ നമ്മൾ എടുത്താൽ, 587.96. ഇപ്പോൾ ഈ പറഞ്ഞ റൂള് വെച്ചിട്ട്, കാരണം നമ്മൾ അതിൻ്റെ പൊസിഷൻ്റെ വാല്യൂസ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7 വൺസിൻ്റെ പൊസിഷനാണ്
8 10ന്റെ പൊസിഷനാണ്, 5 ഹൺഡ്രഡ്സിന്റെ പൊസിഷനാണ്. ഇനി 9 എന്നുള്ള ക്വാണ്ടിറ്റി 0.1ന്റെ പൊസിഷനാണ്, 6 എന്നുള്ളത് 0.01ന്റെ പൊസിഷനാണ്. അതായത് അത് കിട്ടുന്നത് നമുക്ക് പറഞ്ഞു 7 10⁻0, 8 10⁻1, 5 എന്നുള്ളത് 10⁻2. ഇനി ഡെസിമൽ പോയിന്റിന്റെ റൈറ്റ് സൈഡിലേക്ക് പോകും തോറും 9ന്റെ നെഗറ്റീവ് പവേഴ്സ് ആണ് 10⁻−1, 6നാണെങ്കിൽ 10⁻². അപ്പോൾ ഈ എക്സ്പാൻഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് 587.96. അപ്പം നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ജനറൽ റൂള് ഏതൊരു നമ്പർ സിസ്റ്റത്തിലെയും ഏതൊരു നമ്പറിനും വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒന്ന് നോക്കുക. ഇവിടുത്തെ 587 എന്നുള്ളത് ഇൻറ്റിജർ പാർട്ടാണ്. 96 എന്നുള്ള ക്വാണ്ടിറ്റി ഫ്രാക്ഷണൽ പാർട്ടാണ്. അപ്പോൾ നമ്മൾ അത് എഴുതിയത് ഒന്ന് അനലൈസ് ചെയ്യുക. രണ്ടാമത്തെ ലൈന് 5 × 10² പ്ലസ് 8 × 10⁻1 പ്ലസ് 7 × 10⁻0 പ്ലസ് 9 × 10⁻−1 പ്ലസ് 6 × 10⁻². അതിൽ 10 എന്നുള്ള ക്വാണ്ടിറ്റി നമുക്കറിയാം ഇവിടുത്തെ ബേസ് ആണ്. അതിൻ്റെ ഡിഫറെൻറ്റ് പവേഴ്സ് ആണ് അവിടെ വന്നിട്ടുള്ളത്. 10², 10⁻1, 10⁻0, 10⁻−1, 10⁻². അത് ഫ്രാക്ഷണൽ പാർട്ടിൽ നെഗറ്റീവ് പവേഴ്സും ഇൻറ്റിജർ പാർട്ടിൽ പോസിറ്റീവ് പവേഴ്സും ആണ് വരുന്നത്. ഇനി നമ്മൾ പറഞ്ഞിരുന്നു 3 ഡിജിറ്റ് ആണ് വരുന്നതെങ്കിൽ, ഇൻറ്റിജർ പാർട്ടിൽ 3 ഡിജിറ്റ് ആണ് വരുന്നതെങ്കിൽ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റിൻ്റെ വെയിറ്റ് 10⁻² ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഡിജിറ്റ് ഇൻറ്റിജർ പാർട്ടിൽ k നമ്പേഴ്സ് ഉണ്ടെങ്കിൽ, ഇൻറ്റിജർ പാർട്ടിൽ k നമ്പേഴ്സ് ഉണ്ടെങ്കിൽ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റിൻ്റെ വെയിറ്റ് അതിലെ പവർ k-1 ആയിരിക്കും അല്ലേ? അതായത് ഒരു ഡെസിമൽ നമ്പറിൽ ഇൻറ്റിജർ പാർട്ടിൽ k നമ്പേഴ്സ് ഉണ്ട്. ഇൻറ്റിജർ പാർട്ടിൽ k ഡിജിറ്റ് ഉണ്ട്. ഇൻറ്റിജർ പാർട്ടിൽ k ഡിജിറ്റ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിലെ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റിൽ വരുന്ന ഡിജിറ്റ്, അതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻k-1 ആയിരിക്കും. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. അതായത് 7 ഡിജിറ്റ് ആണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റിൻ്റെ വെയിറ്റ് 10⁻6 ആവും. 5 ഡിജിറ്റ് ആണെങ്കിൽ 10⁻4 ആയിരിക്കും. അപ്പം ആ രൂപത്തിൽ ഇവിടെ നമ്മളൊരു ജനറൽ നമ്പർ കൺസിഡർ ചെയ്യാണ്. ഇൻറ്റിജർ പാർട്ടും ഫ്രാക്ഷണൽ പാർട്ടും കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്പർ എടുത്തിരിക്കുന്നത് I1, I2, I3 എക്സെട്ര അപ് ടു IK. അതായത് അത്ര ഇൻറ്റിജർ ഡിജിറ്റുകളുണ്ട്. പോയിന്റ് F1, F2, F3 അപ് ടു FN ഫ്രാക്ഷണൽ ഡിജിറ്റുകളുണ്ട്. അതായത് I1 എന്നുള്ള പാർട്ട് ഇൻറ്റിജർ പാർട്ടാണ്, F1 ടു FN എന്നുള്ളത് ഫ്രാക്ഷണൽ പാർട്ടാണ്. അപ്പം അത് വെച്ചിട്ട് നമ്മൾ ഇതിൽ എക്സ്പാൻഷൻ നടത്തി കഴിഞ്ഞാൽ
നമുക്ക് എഴുതാൻ പറ്റുന്നത്, അവൾ പറഞ്ഞു I1 ആണ് ഇവിടെ ഏറ്റവും മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്. I1ന്റെ വെയിറ്റ് എന്തായിരിക്കും? ടെൻ ബേസ് ആണെങ്കിൽ 10⁻⁻⁻1. ഇപ്പൊ ഇവിടെ നമ്മൾ ഒരു ജനറൽ നമ്പർ ആണ് എടുക്കുന്നത്. ഏത് നമ്പർ സിസ്റ്റത്തിലെ ആണെങ്കിൽ അപ്പോൾ ആ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. അപ്പൊ നമ്മൾ നോക്കുക, നമ്മൾ എഴുതിയിരിക്കുന്ന ക്വാണ്ടിറ്റി, അതായത് ഇവിടെ നോക്കുക, I1 എന്നുള്ള ഫസ്റ്റ് ക്വാണ്ടിറ്റി, I1 എന്നുള്ള ഏറ്റവും മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റിന്റെ വെയിറ്റ് b⁻k−1. ഇനി അവിടെ നിന്ന് വരുന്ന സമയത്ത്, ലെഫ്റ്റിൽ നിന്ന് വരുന്ന സമയത്ത് കുറഞ്ഞു വരും, b⁻k−2. ഇനി അത് ഡെസിമൽ പോയിന്റിന്റെ അടുത്ത് എത്തുന്ന സമയത്ത് b⁻0 ആയിരിക്കും, ik × b⁻0. ഇനി ഫ്രാക്ഷന്റെ പാർട്ടിൽ വരുന്ന സമയത്ത് നെഗറ്റീവ് പവേഴ്സ് ആണ്. f1ൻ്റെത് b⁻−1. ഇനി f2 ആവുമ്പോൾ b⁻−2 ആവും. അത് ഇൻക്രീസ് ചെയ്ത് fn എത്തുന്ന സമയത്ത് it must be equal to b⁻−n. അതായത് ഒരു ജനറൽ നമ്പറിനെ ഏതെങ്കിലും ഒരു നമ്പർ സിസ്റ്റത്തിൽ നമുക്ക് ഇതേപോലെ എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഒരു നമ്പർ സിസ്റ്റത്തിന് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് സം റൂൾസ്, എ സെറ്റ് ഓഫ് ഡിജിറ്റ്സ്, പിന്നെ കുറച്ച് റൂൾസ്, ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ആ നമ്പർ സിസ്റ്റം നമുക്ക് എഴുതാൻ പറ്റുന്നത്. ഇനി നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് നമ്പർ സിസ്റ്റംസ് ബേസ്, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് ഡെസിമൽ നമ്പർ സിസ്റ്റം, അതിൻ്റെ ബേസ് 10 ആണ്. അതിൽ നമ്മൾ പറഞ്ഞു 0, 1, 2, 3 മുതൽ 9 വരെ 10 ഡിജിറ്റ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി അതിനെ നമ്മൾ ഏത് ബേസിലാണെന്ന് കാണിക്കും. ഒരു എക്സാമ്പിൾ നമ്മൾ എഴുതിയിരിക്കുന്നത് 240 ബ്രാക്കറ്റ് ഇട്ടിട്ട് ഒരു 10 കാണിച്ചിട്ടുണ്ട്. അതായത് ബേസ് 10 അല്ലെങ്കിൽ ഡെസിമൽ നമ്പർ ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഇനി നമ്മൾ ഡെസിമൽ മാത്രമല്ല, നമ്മൾ വേറെ നമ്പർ സിസ്റ്റം കൂടെ കൊണ്ടുവരികയാണ്. അപ്പോൾ നമുക്ക് അതിനെ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ അതിനെ ബേസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ കാണിക്കാൻ പറ്റുക. ഇനി നമുക്ക് മെയിനായിട്ട് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട നമ്പർ സിസ്റ്റംസ് ആണ് ആദ്യത്തിൽ കാണിച്ചിരിക്കുന്നത്. ഓർഡറിലല്ല, ശരിക്കും ഓർഡറിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ബൈനറി നമ്പർ സിസ്റ്റം ബേസ് 2 ആയിരിക്കും. അതിൽ 2 ഡിജിറ്റ് ആണ് ഉപയോഗിക്കുക. പേരെന്നെ കൊടുക്കുന്നത് ആ യൂസ് ചെയ്യുന്ന നമ്പറിനെ ഡിജിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ബൈനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എണ്ണം വരുന്നതിനാണ് നമ്മൾ ബൈനറി ആയിട്ട് പറയാ. ഇനി ടെർണറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 എണ്ണം വരുന്നതാണ്. ഇനി ഒക്ടൽ 8 എണ്ണം വരുന്നതാണ്. ഡെസിമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 എണ്ണം വരുന്നത്. ഇനി ഹെക്സാ ഡെസിമൽ, ഹെക്സ് 6 പിന്നെ ഡെസിമൽ 10, 16 എണ്ണം വരുന്നതാണ് ഹെക്സാ ഡെസിമൽ.
ഇനി ഇതിൽ ഓരോന്നും നമുക്ക് ബൈനറി ബേസ് 2 ആണ്. അതിലുപയോഗിക്കുന്ന ഡിജിറ്റ് 0 ആൻഡ് 1 ആണ്. ഒരു എക്സാമ്പിൾ അവിടെ സൈഡിൽ കാണിച്ചിട്ടുണ്ട്. ഒക്ടലില് 8 ആണ് ബേസ്. 0 മുതൽ 7 വരെ 8 ഡിജിറ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഹെക്സാഡെസിമലില് 16 ആണ് അതിന്റെ ബേസ്. 16 ഡിജിറ്റ് ഉപയോഗിക്കണം. പക്ഷെ നമുക്ക് അറിയാവുന്ന ഡിജിറ്റുകൾ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിജിറ്റുകൾ 10 മാത്രമേ ഉള്ളൂ. അപ്പൊ ബാക്കിയുള്ളതായിട്ട്, അതായത് 0 മുതൽ 9 വരെ 10 ഡിജിറ്റ് എടുത്തു. ഇനി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു 6 ഡിജിറ്റും കൂടെ വേണം. അതിന് പകരം എ, അതായത് 11ാമത്തെ ഡിജിറ്റ്, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ പറയാം, 0 എന്നുള്ളത് ആ ക്വാണ്ടിറ്റി കഴിഞ്ഞാൽ 0, 1, 2, 3, 4, 5, 6, 7, 8, 9, പിന്നെ നമ്മൾ എടുക്കുക 10, 11, 12, 13, 14, 15. 0 മുതൽ 15 വരെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിജിറ്റുകൾ. അപ്പൊ എ എന്നുള്ളത് ഒരു 10ന്റെ സ്ഥാനാണ്, ബി എന്നുള്ളത് 11, സി എന്നുള്ളത് 12, ഡി 13, ഇ 14, എഫ് 15. അതിൽ 16 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിജിറ്റുകൾ ഉണ്ട്. ഇനി ടെർണറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് 3 ആണ്. ഡിജിറ്റുകൾ 0, 1, 2. ഇനി ടെർണറിയിൽ ഒരു ബാലൻസ്ഡ് ടെർണറി എന്നുള്ള ഒരു കൺസെപ്റ്റും കൂടെ ഉണ്ട്. അതായത് ബേസ് 3 തന്നെയാണ് ടെർണറി ആണെങ്കിൽ, ബാലൻസ്ഡ് ടെർണറിക്കും 3 തന്നെയാണ് ബേസ്. പക്ഷെ യൂസ് ചെയ്യുന്ന ഡിജിറ്റുകളെ ഒന്ന് മാറ്റുന്നു. അത് ഇവിടെ 0, 1, 2ന് പകരം അവിടെ -1, 0, 1, അതായത് -1ന് 1 ബാർ, ബാർ 1, 0, 1, ഈ 3 സിമ്പിൾസ് ഉപയോഗിച്ചിട്ട് എഴുതുന്ന ഒരു മെത്തേഡ്, നമ്പർ സിസ്റ്റം. അതിന് ബാലൻസ്ഡ് ടെർണറി. ഇത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അത് ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് ബൈനറി നമ്പർ സിസ്റ്റം ആണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഡെസിമലിൽ തന്നെ നമ്പേഴ്സ് എഴുതുന്ന സമയത്തുള്ള കാര്യങ്ങൾ, അതായത് അവിടുത്തെ റൂൾസ്, അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബൈനറി നമ്പർ സിസ്റ്റത്തിനെ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബൈനറി നമ്പർ സിസ്റ്റത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ്, ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് 2 ആണ്. അവിടെ 0, 1 എന്നുള്ള വാല്യൂസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനെ തന്നെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇവിടേക്ക് വേണ്ട ഒരു വ്യൂവിൽ നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്താൽ, നമ്മളൊരു 1 ഡിജിറ്റ് നമ്പർ, ഡെസിമലിൽ 1 ഡിജിറ്റ് നമ്പർ, 2 ഡിജിറ്റ് നമ്പർ, 3 ഡിജിറ്റ് നമ്പർ, ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ നമുക്ക് വരുന്ന ഡിഫറെൻറ്റ് സിമ്പിൾസ് 10 സിമ്പിൾസ് ആണ്. 0 to 9 സിമ്പിൾസ് നമുക്ക് വരുന്നുണ്ട്. ഇനി അതിൽ സിംഗിൾ ഡിജിറ്റ് ആണെങ്കിൽ അതിലെ ഏറ്റവും ലോവസ്റ്റ് 0 ആണ്.
ഇനി അതിൽ ഇൻക്രീസ് ചെയ്ത് 0, 1, 2 നമുക്ക് 9 വരെ വരാം. അതായത് സിംഗിൾ ഡിജിറ്റ് നമ്പറിൽ ഏറ്റവും ലോവസ്റ്റ് 0 ആണ്, ഏറ്റവും മാക്സിമം 9 ആണ്. ഇനി 9 കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഡിജിറ്റ്, അടുത്ത നമ്പർ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ ഞാൻ പറയുന്നത് വാല്യൂ വെച്ചിട്ടാണ്. ഇപ്പൊ 0 മുതൽ 9 വരെ എത്തി. അടുത്ത വാല്യൂ ഉള്ള നമ്പർ അത് കിട്ടുന്നത് ഇപ്പൊ നമുക്ക് ഫെമിലിയർ ആണ്. 9 കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 10 ആണ്. പക്ഷെ ആ 10 എന്നുള്ള ക്വാണ്ടിറ്റി നമുക്ക് വരുന്നത് ഈ നമ്പറിന്റെ സെറ്റ് ഓഫ് നമ്പേഴ്സിന്റെ ഡിജിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതായത് നമ്മൾ നോക്കേണ്ടത് നമുക്ക് ഉള്ള നമ്മളുടെ സെറ്റ് ഓഫ് നമ്പേഴ്സ്, ഇത് ഡെസിമൽ സെറ്റ് ഓഫ് നമ്പേഴ്സിൽ സെറ്റ് 0 to 9, അതിലെ ഏറ്റവും ലോവസ്റ്റ് 0 ആണ്, ഹയസ്റ്റ് 9 ആണെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കിട്ടുന്ന, ഇത് വെച്ചിട്ട് കിട്ടുന്ന ഏറ്റവും ലോവസ്റ്റ് 0 ആണ്. ഇനി അതിൽ 1 ഡിജിറ്റിൽ നമുക്ക് കിട്ടുന്ന ഹയസ്റ്റ് 9 ആണ്. ഇനി അത് കഴിഞ്ഞാൽ നമുക്കറിയാം 10 എന്നുള്ള ക്വാണ്ടിറ്റി. ആക്ച്വലി 10 എന്നുള്ള ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്ക് റീഇൻറ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്നത് സിംഗിൾ ഡിജിറ്റിൽ 0 മുതൽ 9 വരെ മാത്രമേ വരുള്ളൂ. ഇനി അത് കഴിഞ്ഞാൽ വീണ്ടും ആ പൊസിഷനെ, അതായത് ഇതിലെ ഓരോ ഡിജിറ്റിനെയും നമ്മൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് 0 മുതൽ 9 വന്നു. ഇനി 9 വന്നു കഴിഞ്ഞാൽ, അതായത് അതിന്റെ മാക്സിമം ആ ഡിജിറ്റിലെ അതായത് ഫസ്റ്റ് ഡിജിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഓരോ ഡിജിറ്റിന്റെ ഭാഗത്തും മാക്സിമം എത്താൻ പറ്റുന്നത്, ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ എത്താൻ പറ്റുന്നത് 9 ആണ്. പിന്നെ അവിടെ അടുത്ത നമ്പർ ഇല്ല. അതുകൊണ്ട് നമ്മൾ അവിടുത്തെ ആ ഡിജിറ്റിലെ പ്ലേസിനെ നമ്മൾ 0 ആക്കിയിട്ട് മാറ്റുന്നു. അതായത് ഏറ്റവും മിനിമം ആക്കി മാറ്റി. ഓക്കെ, അത് 9 കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത നമ്പർ ആക്കിയിട്ട് മാറ്റി. അപ്പൊ 0 അല്ലെങ്കിൽ അത് മിനിമത്തിലേക്ക് കൊണ്ടുവന്നു. തൊട്ടടുത്ത ഡിജിറ്റിൽ 1 ഇൻക്രീസ് ചെയ്തു. അത് തൊട്ടടുത്ത ഡിജിറ്റിൽ അവിടെ 1 ഇൻക്രീസ് ചെയ്തു. അതായത് 9 എന്ന് പറയുന്നതും 0, 9 എന്ന് പറയുന്നതും സെയിം ആണ്. കാരണം അപ്പുറത്ത് അവന് പ്ലേസ് വാല്യൂ നമ്മൾ ആ ഡിജിറ്റ് 0 കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന എഫക്റ്റും സെയിം ആണ്. അപ്പൊ അവിടെ നമ്മൾ 1 0 ആക്കി. ഇനി ഇതില് നമ്മൾ നമ്പർ ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്ന സമയത്ത് ഫസ്റ്റ് ഡിജിറ്റില് 9, അതായത് 90 എന്നുള്ള നമ്പർ, 90 എന്നുള്ള നമ്പറിൽ യൂണിറ്റ് പ്ലേസിൽ 9 വന്നു. ഇനി അടുത്തത് നമുക്ക് കിട്ടില്ല. അപ്പൊ അടുത്തത് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ 9 അവിടെ 1 ആഡ് ചെയ്യും. പിന്നെ നമ്മൾ ഇപ്പുറത്തെ ഡിജിറ്റിനെ നമ്മൾ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇനി ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് 99 വരെ എത്തിക്കഴിഞ്ഞാൽ 2 ഡിജിറ്റിലെ മാക്സിമം നമ്പർ ആണ് 99. മിനിമം നമ്പർ 10 ആയിരുന്നു. അപ്പൊ 9ൽ നിന്ന് നമ്മൾ 10ലേക്ക് മാറുന്നത് പോലെ തന്നെ ഇവിടെ ഈ ഡിജിറ്റിലും, അതായത് ഫസ്റ്റ് ഡിജിറ്റിലും മാക്സിമായി, സെക്കൻഡ് ഡിജിറ്റിലും മാക്സിമായി. അപ്പൊ അതിനെ രണ്ടിനെയും നമ്മൾ അതിന്റെ മിനിമത്തിലേക്ക് മാറ്റുന്നു. മൂന്നാമതൊരു ഡിജിറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നു. അതായത് മൂന്നാമത്തെ ഡിജിറ്റിൽ നമ്മൾ 1 ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ നമുക്ക് 100 എന്നുള്ള ക്വാണ്ടിറ്റി നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. ഈ രൂപത്തിലുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് മനസ്സിൽ വന്നു കഴിഞ്ഞാൽ, ഈ രൂപത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു
നമ്പർ സിസ്റ്റത്തിലെയും നമ്പേഴ്സിനെ നമുക്ക് തൊട്ടടുത്ത നമ്പറിനെ വളരെ പെട്ടെന്ന് നമുക്ക് എഴുതാൻ പറ്റും. കാരണം ഇപ്പൊ ഈ സമയത്ത് നമുക്ക് നമ്മളുടെ ഡെസിമൽ നമ്പർ സിസ്റ്റം, നമ്മളുടെ കൗണ്ടിങ്ങിനെ നമ്മൾ പൂർണ്ണമായിട്ട് മറന്നിരിക്കണം. അതായത് 19 അപ്പൊ അതിലെ ആക്ച്വൽ അതിന്റെ മെത്തേഡ് മാത്രമാണ് നമ്മളുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത്. ആ രൂപത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്പേഴ്സിനെ മാറ്റാൻ പറ്റും. അതായത് അത് പറയാനുള്ള കാരണം, ഇപ്പൊ ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്പർ സിസ്റ്റം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ബേസ് 10 ആയിട്ട് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള 240 ബേസ് 10 എന്നുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. ഇതിന് മാത്രമാണ് 240 എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. 240 കാരണം 2ന്റെ പൊസിഷൻ 100 ആണ്, 4ന്റെ പൊസിഷൻ 10 ആണ്, 0ന്റെ പൊസിഷൻ 1 ആണ്. അതുകൊണ്ടാണ് 240. അങ്ങനെ വായിക്കാൻ പറ്റുന്നത് ആ നമ്പർ മാത്രമേ ഉള്ളൂ. ഇവിടെ 360 ബേസ് 8 അതിന് ഒരിക്കലും 360 നമുക്ക് വായിക്കാൻ പറ്റില്ല. കാരണം അത് 360 അല്ല. അത് നമുക്ക് അവിടുത്തെ ഇതിൽ നിന്ന് മനസ്സിലാവും. അതേപോലെ തന്നെ ഇപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്ന നമ്പർ ബൈനറിയിൽ 0, 1 മാത്രമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ ബൈനറിയിൽ ഞാനൊരു നമ്പർ എഴുതാണ്. (100) ബേസ് 2. ഇത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ 100 ആണ്, പക്ഷെ അത് 100 അല്ല. അതിന്റെ വാല്യൂ വളരെ കുറവാണ്. അത് ബേസ് 2-ലാണെന്നുണ്ടെങ്കിൽ ആകെ നമുക്ക് 0, 1 എന്നുള്ള ഈ 2 ഡിജിറ്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ നമ്പർ വളരെ ചെറിയ വാല്യൂ, അതിന്റെ വാല്യൂ വളരെ കുറവാണ്. ബേസ് 2 ആയതുകൊണ്ട് ഇതിന്റെ വാല്യൂ വളരെ കുറവാണ്. ഇനി ഞാൻ ഒന്നും കൂടെ അതിനെ മാറ്റുന്നു, കുറച്ചും കൂടെ കുറയ്ക്കാണ്. കാരണം ഒരു കമ്പാരിസന് വേണ്ടിയിട്ട് ഞാൻ ഈ 10 എന്നുള്ള ആ ഡിജിറ്റുകൾ മാത്രം യൂസ് ചെയ്തിട്ട് ഡിഫറെന്റ് നമ്പർ സിസ്റ്റത്തിലുള്ള നമ്പേഴ്സിനെ ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ (2, 8, 10, 60). ഇപ്പൊ മോളിൽ എഴുതിയിരിക്കുന്ന ഈ നമ്പേഴ്സിൽ, അതായത് 10 ബേസ് 2, 10 ബേസ് 8, 10 ബേസ് 10, 10 ബേസ് 60, നമ്മൾ താഴെ നമ്മൾ കൊടുത്തിട്ടുള്ള 4 ബേസ് വെച്ചിട്ടോ അല്ലെങ്കിൽ 4 നമ്പർ സിസ്റ്റത്തിലും വരാൻ പറ്റുന്ന ഒരു നമ്പറാണ് 10. ഇനി 10 ബേസ് 2 ആവുന്ന സമയത്ത് അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വാല്യൂ വളരെ കുറവായിരിക്കും. കാരണം ഇതിന്റെ വാല്യൂ ആയിട്ട് നമ്മൾ കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ നമുക്ക് ആകെ വാല്യൂ അറിയുന്നത്, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളത് വാല്യൂ 10 ബേസ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയുന്നത് 10 ബേസ്, അതായത് 10 ബേസ് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ നമുക്കറിയാം 10 ആണ് അതിന്റെ വാല്യൂ. അത് ഡെസിമലില് അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വാല്യൂ 10 ആണ്. ഇനി അതും ബാക്കിയുള്ള 10 നമ്മൾ കമ്പാരിസൺ നടത്തി കഴിഞ്ഞാൽ ബേസ് കുറയും തോറും അതിന്റെ വാല്യൂ കുറവായിരിക്കും. അതായത് 10 ബേസ് 8 ഡെസിമലിലെ 10-നേക്കായും കുറവായിരിക്കും. ബട്ട് 10 ബേസ് 16 ആണെന്നുണ്ടെങ്കിൽ അത് ഡെസിമലിലെ 10-നേക്കായും അതിന്റെ വാല്യൂ കൂടുതലായിരിക്കും. അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നമുക്ക്
ബൈനറി നമ്പേഴ്സ്, അതിൻ്റെ റെപ്രസെൻറ്റേഷൻ, അതിൻ്റെ കൺവേർഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.